ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിബൊനാച്ചി സീരീസ് യൂസിങ് റിക്കർഷൻ ആണ്. ഓക്കെ, സോ എന്താണ് ആക്ച്വലി റിക്കർഷൻ എന്ന് പറഞ്ഞാൽ? റിക്കർഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇൻ ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷനകത്താണ് എന്തുള്ളത്? റിക്കർഷൻ ഉള്ളത്. അപ്പോൾ ഒരു ഫങ്ഷൻ വർക്ക് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കോൾ ദ ഫങ്ഷൻ. ആ ഫങ്ഷനെ നമ്മൾ വിളിക്കണം. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അൻസലിൻ്റെ കയ്യിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അൻസലിനെ വിളിക്കണം. അൻസൽ വരൂ, നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള മെറ്റീരിയൽ തരാം എന്ന് പറയണം, അല്ലേ? അപ്പോൾ ഫങ്ഷൻ ആക്റ്റീവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഫങ്ഷൻ അവെയർ ആവണം എന്നുണ്ടെങ്കിൽ ഫങ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഇപ്പോൾ അൻസലിനെ വിളിക്കുന്നത് ഞാനാണ്. സോ അൻസൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ഒരു കമ്പണൻ്റാണ്. ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കമ്പണൻ്റാണ്, അല്ലേ? അപ്പം ഞാൻ അൻസലിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുക. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ കോളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കാം. ഓക്കെ, അതായത് ആ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത് ആരെ തന്നെയാണ്? ആ സെയിം ഫംഗ്ഷനെ തന്നെയാണ്. ആ ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ സെയിം ഫംഗ്ഷനെ തന്നെ നമ്മൾ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? റിക്കർഷൻ. ഓക്കെ, റിക്കർഷൻ മീൻസ് എ ഫംഗ്ഷൻ ഈസ് കോളിങ് ഇറ്റ് സെൽഫ്. ആ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആരെ തന്നെയായിരിക്കും? ആ സെയിം ഫംഗ്ഷനെ തന്നെയായിരിക്കും. ഫംഗ്ഷൻ ഈസ് കോളിങ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. റിക്കർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും 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 ആ ഫംഗ്ഷനെ തന്നെ ആ സെയിം ഫംഗ്ഷൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്ന പ്രോസസ്സാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിക്കർഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ സാധാരണ നോക്കിയിരിക്കുന്ന പ്രോഗ്രാംസ് ഇപ്പോൾ വരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ, ഫിബൊനാച്ചി സീരീസ്, ഇപ്പം nth ഫിബൊനാച്ചി സീരീസ്, nth ഫിബൊനാച്ചി നമ്പർ യൂസിങ് റിക്കർഷൻ. അതേപോലെ തന്നെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു GCD ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് റിക്കർഷൻ. ഓക്കെ, ഇനി നമ്മൾ റിക്കർഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വെച്ചാൽ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് ഒരു ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം റിക്കർഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമും മനസ്സിൽ വേണം. അതേപോലെ തന്നെ എപ്പോഴാണ് ഈ ഒരു റെപ്പറ്റീഷൻ സ്റ്റോപ്പ് ആവുന്നത്? ഒരു പ്രോഗ്രാം ഒരിക്കലും ഇൻഡെഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഒരു പ്രോഗ്രാം, ഏതൊരു പ്രോഗ്രാം എഴുതിയാലും അതിനൊരു എൻഡിങ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ റിക്കർഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിൽ വരേണ്ട കാര്യം എന്താണ്? വെൻ ടു സ്റ്റോപ്പ്. ഓക്കെ, വെൻ ടു സ്റ്റോപ്പ്. നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഡിസൈഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റൂ? ഒരു റിക്കർഷനിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, എനിക്ക് എന്നെ എത്ര തവണ വേണമെങ്കിലും വിളിക്കാമല്ലോ, കാര്യം ഞാൻ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എപ്പോൾ ഞാൻ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഡെഫിനറ്റായിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് വേണം. ആ ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ വെൻ ടു സ്റ്റോപ്പ് എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മുടെ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? ബേസ് കണ്ടീഷൻ. ഓക്കെ, ബേസ് കണ്ടീഷൻ സേസ് വാട്ട്? വെൻ ടു സ്റ്റോപ്പ്. എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും നമ്മൾ ബേസ് കണ്ടീഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുവാണ്, അൻസൽ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വിളിക്കുവാണ്. എത്രയാണ്? ഞാനിപ്പോൾ ഒരു ഉച്ച വരെ എന്നെ തന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കോളേജിൽ എത്തുന്ന വരെ ഞാൻ എന്നെ തന്നെ ഫോണിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബ്ലണ്ടറാണെന്ന് തോന്നാം, എങ്കിലും കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഇൻഡെഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യം, ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യം നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ഈ ഒരു റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സ് നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആ സ്റ്റോപ്പിംഗ് കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണ്? ബേസ് കണ്ടീഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു റിക്കർഷൻ യൂസിങ് ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു nth ടേമാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ഫിബൊനാച്ചി സീരീസിനകത്തുള്ള, ഇതെന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമല്ലേ. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ്, അല്ലേ? ഇറ്റ്സ് എ സീരീസ് ഓഫ് നമ്പേഴ്സ്. ഈ സീരീസ് ഓഫ് നമ്പേഴ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിബൊനാച്ചി സീരീസിലെ ഒരു പർട്ടിക്കുലർ ടേമിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സീരീസിനകത്തുള്ള ആദ്യത്തെ നമ്പറാണ്, ഫസ്റ്റ് നമ്പറാണ് 0. ഈ സീരീസിലുള്ള സെക്കൻഡ് നമ്പറാണ് 1. ഈ സീരീസിലുള്ള തേർഡ് നമ്പറാണ് 1. ഈ സീരീസിലുള്ള ഫോർത്ത് നമ്പറാണ് 2. ഫിഫ്ത്ത് നമ്പറാണ് 3. സീരീസിലുള്ള സിക്സ്ത്, ആറാമത്തെ നമ്പറാണ് 5. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ഇപ്പോൾ യൂസർ പറയും ഐ വാണ്ട് ടു സീ ദ ഫോർത്ത് നമ്പർ ഇൻ ദ ഫിബൊനാച്ചി സീരീസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 എന്നുള്ള വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. സപ്പോസ് ദ യൂസർ വാണ്ട് ടു സീ ദ സിക്സ്ത് നമ്പർ ഇൻ ദ സീരീസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഔട്ട്പുട്ട് കാണിക്കണം? 5 എന്നുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കോഡിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം മനസ്സിലായോ? nth ടേം ഇൻ എ ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, ഇനി ഈ സീരീസ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഈ സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ഈ സീരീസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. എപ്പോഴും ഫിബൊനാച്ചി സീരീസിൻ്റെ ഫസ്റ്റ് ടേം,
ആദ്യത്തെ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. അത് എക്സ്പ്ലിസിറ്റ് ആണ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആണ്. സോ ഓൾവേസ് ദ ഫസ്റ്റ് ടേം ഇൻ ദ ഫിബൊനാച്ചി സീരീസ് മസ്റ്റ് ബി വാട്ട്? 0. ഇനി ഫിബൊനാച്ചി സീരീസിൻ്റെ സെക്കൻഡ് ടേം, രണ്ടാമത്തെ ടേം എപ്പോഴും എന്തുമായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇതൊരു പ്രീസെറ്റ് കണ്ടീഷനാണ്. ഈ സീരീസ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സീരീസ് ഫിബൊനാച്ചി സീരീസ് ആകണമെങ്കിൽ അതിലെ ഫസ്റ്റ് നമ്പർ, സീരീസിലെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ചിട്ടാണ് ജനറേറ്റ് ആവുന്നത്. ആ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഈ 1ഉം പിന്നെന്താണ്? തൊട്ട് മുന്നത്തെ നമ്പർ ആരാണ്? 0യും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 + 1 നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1 കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ ഡെഫിനിറ്റ് ആണ് 0, സെക്കൻഡ് നമ്പർ ഡെഫിനിറ്റ് ആണ് 1, തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? ആദ്യത്തെ രണ്ട് നമ്പറുകൾ, അതായത് സെക്കൻഡ് നമ്പറും ഫസ്റ്റ് നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് നമ്പർ കിട്ടും. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ. നെക്സ്റ്റ് ഫോർത്ത് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ആരെയൊക്കെ തന്നെ ആയിരിക്കും? തൊട്ട് മുന്നത്തെ നമ്പറായിട്ടുള്ള 1നെയും അതിന് തൊട്ട് മുന്നേയുള്ള നമ്പറായിട്ടുള്ള 1നെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2. ഓക്കെ ആണോ? അപ്പോൾ നാലാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ആരെയൊക്കെ ആയിരിക്കണം? ഫിബൊനാച്ചി സീരീസിലുള്ള മൂന്നാമത്തെ നമ്പറും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫിബൊനാച്ചി സീരീസിലുള്ള രണ്ടാമത്തെ നമ്പറും. ഓക്കെ ആണോ? ഇനി അഞ്ചാമത്തെ നമ്പർ, ഫിബൊനാച്ചി സീരീസിലെ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന തൊട്ട് മുന്നേയുള്ള രണ്ട് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഫ്ത്ത് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരെയൊക്കെയാണ്? ഫോർത്ത് നമ്പറിൻ്റെ സമ്മും തേർഡ് നമ്പറിൻ്റെ സമ്മും അല്ലേ? അതായത് 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള 3 ആയിരിക്കും ഫിബൊനാച്ചി സീരീസിലെ ഫിഫ്ത്ത് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിക്സ്ത്ത് നമ്പർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? തൊട്ട് മുന്നേയുള്ള നമ്പറാണ് ഫിഫ്ത്തിലെ ടേം, ഏതാണ്? 3. ഫോർത്തിലെ ടേം എന്താണ്? 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്നുള്ള നമ്പർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് സെവൻത്ത് സീരീസിലുള്ള ഏഴാമത്തെ നമ്പർ വേണം. എങ്ങനെ കിട്ടുക? സിക്സ്ത്ത് നമ്പറും ഫിഫ്ത്ത് നമ്പറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 + 3 നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എയ്ത്ത് നമ്പർ വേണമെങ്കിൽ എങ്ങനെ കിട്ടുക? സെവൻത്ത് നമ്പറും സിക്സ്ത്ത് നമ്പറും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 അല്ലേ? സോ ഈ ഒരു രീതിയിലായിരിക്കും, ഈ ഒരു വേയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ സീരീസ് പ്രോഗ്രസ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിനനുസരിച്ചുള്ള കോഡാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ബേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെഫിനറ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ബേസ് കണ്ടീഷനിൽ കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു സീരീസിൽ ഡെഫിനറ്റായിട്ട് അറിയാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഏതാണ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്? ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മൾ ഉറപ്പായിട്ടും ഇത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ടേം എപ്പോഴും 0 ആയിരിക്കും, സെക്കൻഡ് ടേം എപ്പോഴും 1 ആയിരിക്കും. അത് ഡെഫിനറ്റ് അല്ലേ? അതായത് ഇപ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് എന്നിൻ്റെ വാല്യൂ n = 1 ആണെങ്കിൽ ഉറപ്പായിട്ടും ആൻസർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്നിൻ്റെ വാല്യൂ n = 2 ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നമ്പർ എന്തായിരിക്കണം? ഏത് ടേം ആയിരിക്കണം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്? 1 എന്നുള്ള വാല്യൂ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി ഡെഫിനിറ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? തൊട്ട് മുന്നത്തെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? 0. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ കിട്ടേണ്ട ആൻസർ എന്താണ്? 1. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എന്നിൻ്റെ വാല്യൂ 2നേക്കാളും കൂടുതലാണെങ്കിൽ, ഇപ്പോൾ സേ 3, 4, 5 ഇത്രയും നമ്പേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? അഡീഷൻ പ്രോസസ്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഫിബൊനാച്ചി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1ൻ്റെയും കൂടെ സമ്മ അല്ലേ? അതായത് ഫിബൊനാച്ചി ഓഫ്, ഞാനതിനെ ഫിബ് എന്ന് വിളിക്കുവാണ്. ഫിബൊനാച്ചി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ടേമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? ഫിബൊനാച്ചി ഓഫ് 2ൻ്റെയും ഫിബൊനാച്ചി ഓഫ് 1ൻ്റെയും സം ചെയ്ത വാല്യൂ ആയിരിക്കും അല്ലേ? ഫിബൊനാച്ചി ഓഫ് 1, അതായത് ഫിബൊനാച്ചി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിബൊനാച്ചി ഓഫ് സെക്കൻഡ് ടേം എത്ര കിട്ടും നമുക്ക്? 1. ഓക്കെ, ദെൻ ഫിബൊനാച്ചി ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 0. സോ ഇതിനോട് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഫിബൊനാച്ചി ഓഫ് 3 എന്ന് പറയുന്നത്. സത്യം തന്നെ അല്ലേ? നമുക്ക് 1 കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഫിബൊനാച്ചി ഓഫ് 2ഉം ഫിബൊനാച്ചി ഓഫ് 1ഉം കൂടെ ആഡ് ചെയ്യണം ആണല്ലോ. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫിബൊനാച്ചി ഓഫ് 6 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഫിബൊനാച്ചി ഓഫ് 6 = എന്തായിരിക്കും? ഫിഫ്ത്ത് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും കൂടെ ആഡഡ് വാല്യൂ ആയിരിക്കും അല്ലേ? സോ ഫിബൊനാച്ചി ഓഫ് ഫിഫ്ത്ത് ടേമിൻ്റെയും ഫിബൊനാച്ചി ഓഫ് ഫോർത്ത് ടേമിൻ്റെയും കൂടെ ആഡഡ് വാല്യൂ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫിബൊനാച്ചി ഓഫ് ഫിഫ്ത്ത് ടേം എത്രയാണ്? 3ഉം ഫിബൊനാച്ചി ഓഫ് ഫോർത്ത് ടേം എത്രയാണ്? 2ഉം. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 5. സോ 5 വിൽ ബി ദ ആൻസർ ഫോർ ദിസ് സിക്സ്ത്ത് ടേം ഇൻ ദ ഫിബൊനാച്ചി സീരീസ് അല്ലേ? ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ എയ്ത്ത് ടേം, നമുക്ക് ഫിബൊനാച്ചി ഓഫ് എയ്ത്ത് ടേം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിബൊനാച്ചി ഓഫ് എയ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദ സമ്മേഷൻ ഓഫ് ഫിബൊനാച്ചി ഓഫ് 7 പ്ലസ് ഫിബൊനാച്ചി ഓഫ് എന്തായിരിക്കും? 6 ആണോ എന്ന് നോക്കിക്കേ. ഫിബൊനാച്ചി ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. ഫിബൊനാച്ചി ഓഫ് 6 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 5 ആണ്. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. സോ 13 ആണോ നമ്മുടെ എട്ടാമത്തെ ടേം? അതെ അല്ലേ? അപ്പം
ഈ ഒരു മാനറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഫിബൊനാച്ചി സീരീസിനെ അല്ലാത്തുള്ളൊരു പർട്ടിക്കുലർ ടേമിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് എനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഫിബൊനാച്ചി ഓഫ് n ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക? ഫിബൊനാച്ചി ഓഫ് n ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താ ചെയ്യുക? എപ്പോഴും ഫിബൊനാച്ചി ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിബൊനാച്ചി ഓഫ് 7 പ്ലസ് ഫിബൊനാച്ചി ഓഫ് 6. അങ്ങനെയാണെങ്കിൽ ഫിബൊനാച്ചി ഓഫ് n-നെ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റും? 8n ആണെങ്കിൽ ഫിബൊനാച്ചി ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n-1 ആയിരിക്കും. അതേപോലെ ഫിബൊനാച്ചി ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n-2 ആയിരിക്കും. ആയിരിക്കില്ലേ? 8-1 അല്ലേ 7 എന്ന് പറയുന്നത്, 8-2 അല്ലേ 6 എന്ന് പറയുന്നത്? സെയിം പ്രോസസ്സ് തന്നെ. സോ നമുക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്യാം. ഫിബൊനാച്ചി ഓഫ് n വിൽ ബി ഈക്വൽ ടു വാട്ട്? ഫിബൊനാച്ചി ഓഫ് n-1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് n-2 ആയിരിക്കില്ലേ? സോ ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഓരോരോ വാല്യൂസിനെയും ഓരോരോ ടേംസിനെയും നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു തവണയല്ല നമ്മൾ ഇപ്പോൾ ഫിബൊനാച്ചി ഓഫ് 8 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിബൊനാച്ചി ഓഫ് 7ഉം 6ഉം കാണണം. ഫിബൊനാച്ചി ഓഫ് 7 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിബൊനാച്ചി ഓഫ് 5ഉം ഫിബൊനാച്ചി ഓഫ് 6ഉം ഫിബൊനാച്ചി ഓഫ് 5ഉം കാണണം. ഫിബൊനാച്ചി ഓഫ് 6 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിബൊനാച്ചി ഓഫ് 5ഉം ഫിബൊനാച്ചി ഓഫ് 4ഉം കണ്ടുപിടിക്കണം അല്ലേ? ഈ ഒരു പ്രോസസ്സ് അങ്ങ് ഫിബൊനാച്ചി ഓഫ് 0 അല്ലെങ്കിൽ ഫിബൊനാച്ചി ഓഫ് 1 ആവുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വാല്യൂസിനെ എടുത്തിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് കോഡ് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണ്? ബേസ് കണ്ടീഷൻ വേണമെന്ന് പറഞ്ഞു. സോ ഇവിടുത്തെ ബേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ് ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ ബേസ് കണ്ടീഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഫംഗ്ഷന് ഒരു പേര് കൊടുക്കാം. ഫംഗ്ഷൻ എപ്പോഴും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ മസ്റ്റ് ഓൾവേസ് ബി സ്റ്റാർട്ടഡ് വിത്ത് ഡെഫ് കീവേഡ് അല്ലേ? സോ ഡെഫിന് ശേഷം ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? ഡെഫിനിഷൻ സ്പേസ് FIB, ഫിബൊനാച്ചിയുടെ ഷോർട്ട്. ഓക്കെ, ഒരു nth ടേമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫിബൊനാച്ചി ഓഫ് n എന്ന് പറഞ്ഞ് കൊടുത്തു അല്ലേ? അപ്പോൾ ഇപ്പോൾ n-ൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഏത് വാല്യൂ നമുക്ക് കിട്ടണം? 3 എന്നുള്ള അല്ലെങ്കിൽ 1 എന്നുള്ള ആൻസർ നമുക്ക് ആൻസറായിട്ട് കിട്ടണം. ഫിബൊനാച്ചി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നുള്ള ആൻസറായിട്ട് കിട്ടണം. ഏത് ടേം ആണെന്നുള്ളത് യൂസറായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഫിബൊനാച്ചി ഓഫ് n കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് റിക്കേഴ്സീവ് മോഡിൽ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾക്ക് n-ന് എന്തൊക്കെ വാല്യൂസ് ആകാം? 1 മുതൽ 2 ആകാം, 3 ആകാം, എക്സെട്ര അപ് ടു n വാല്യൂസ് വരെ പോവാം അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ്? ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ബേസ് കണ്ടീഷൻസ്. എന്താണ്? n == 1 ആണെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? ഏതാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്? 0 അല്ലേ? എന്നിട്ട് എൽസ് അല്ല ഇഫ് നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? n-ൻ്റെ വാല്യൂ n = 2 ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം? റിട്ടേൺ 1 റിട്ടേൺ ചെയ്യണം. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് 2 ടേംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഫിബൊനാച്ചി ഓഫ് 0, ഫിബൊനാച്ചി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0യും ഫിബൊനാച്ചി ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് അല്ല എങ്കിൽ, ഇവർ അല്ല എങ്കിൽ, അതായത് n-ൻ്റെ വാല്യൂ 1ഓ n-ൻ്റെ വാല്യൂ 2ഓ അല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ, n-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഈ ഒരു ഇക്വേഷൻ്റെ ബേസിസിൽ വേണം നമ്മൾ ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യാൻ. എൽസ് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യണം. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഫിബൊനാച്ചി ഓഫ് n-1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് n-2 അല്ലേ? ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഫിബൊനാച്ചി ഓഫ് n-1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് n-2 ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോൾ വരെയാണ്? n-ൻ്റെ വാല്യൂ 1ഓ 0-ഓ ഒക്കെ എത്തുന്നവരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് റിക്കർഷൻ എവിടെയുള്ളത്? നമ്മൾ നിൽക്കുന്നത് ഏത് ഫംഗ്ഷനകത്താണ്? ഫിബ് എന്നുള്ള ഫംഗ്ഷനകത്താണ്. ആ ഫംഗ്ഷനകത്ത് നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ നമ്മൾ ആരെ കോൾ ചെയ്തു? ഫിബ് എന്നുള്ള ഫംഗ്ഷനകത്ത് വെച്ച് തന്നെ കോൾ ചെയ്തു വിത്ത് ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ആ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ കോൾ ചെയ്യുവാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് റിക്കർഷൻ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ സെഗ്മെൻറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഫംഗ്ഷനെ നമുക്കിനി എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ? കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? n-ൻ്റെ വാല്യൂ റിസീവ് ചെയ്യാം. n-ൻ്റെ വാല്യൂ തരുന്നത് ആരാണ്? യൂസറാണ് തരുന്നത്. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? n-ൻ്റെ വാല്യൂവിനെ റിസീവ് ചെയ്യാം. സോ n = int ഓഫ് ഇൻപുട്ട് ഓഫ്, നമുക്ക് ഇൻപുട്ട് ചെയ്യണം. എന്താ ഇൻപുട്ട് ചെയ്യേണ്ടത്? എൻ്റർ ദ അല്ലേ? ഇപ്പോൾ nth ടേമാണ്, എൻ്റർ ദ ടേം. എത്രാമത്തെ നമ്പറാണുള്ളത് മെൻഷൻ ചെയ്യാം. എന്നിട്ട് ആ നമ്പർ വേണം നമ്മൾ ആരിലേക്ക് വിളിക്കാൻ? നമ്മുടെ ഫിബൊനാച്ചി സീരീസിൽ കൊടുക്കാൻ വേണ്ടി. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് nth ടേം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് 3 ആണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും? 3യുടെ
ഫിബൊനാച്ചി തേർഡ് ഫിബൊനാച്ചി ടേം കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ പറയും. ആരെടുത്ത് പറയും? ഫംഗ്ഷൻ്റെ അടുത്ത് പറയും. ഫംഗ്ഷൻ്റെ പേരെന്താണ്? ഫിബ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. സോ ഫിബിനകത്തേക്ക് നമ്മൾ എത്രാമത്തെ ടേമാണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ മാത്രം എഴുതുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിബൊനാച്ചി ടേം കണ്ടുപിടിച്ച് കൊണ്ട് തരും. ഓക്കെ, നമുക്കിപ്പോൾ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. യൂസറിൻ്റെ അടുത്ത് കാണണം. ഇപ്പോൾ സേ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിബൊനാച്ചി സീരീസിലുള്ള തേർഡ് ടേമാണ്. തേർഡ് ടേമിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? 1 എന്നുള്ള വാല്യൂ. ഇപ്പോൾ ഫിബൊനാച്ചി പെന്നിൽ കൊടുക്കുന്ന വാല്യൂ 6 ആണെങ്കിൽ 5 എന്നുള്ള വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യുന്ന പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിബ് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം. ദെൻ പ്രിൻറ്റ് എന്ത് കൊടുത്തു? ഫിബൊനാച്ചി ഓഫ് n. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫിബൊനാച്ചി ഓഫ് n വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അകത്തേക്ക് കയറും, ഫംഗ്ഷൻ അകത്തേക്ക് ചെല്ലും. അവിടെ എൻ്റെ വാല്യൂസ് ഓരോന്നും മൈട്രേറ്റ് ചെയ്ത് നോക്കിയിട്ട് വി വിൽ എൻഡ് അപ്പ് വിത്ത് എ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെത്തും. ഈ ഒരു പ്രോസസ്സായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? സോ ഇതാണ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ nth ഫിബൊനാച്ചി ടേം യൂസിങ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ.